കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത് ഈ ടോട്ടൽ ഇൻകം ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേഷനിലെ ഒരു പ്രോബ്ലം ആണ്. മിസ്റ്റർ എ ഫർണിഷസ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഹിസ് ഇൻകം ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2023-24 ആണ്. ഓക്കെ, മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടില്ലല്ലോ, ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞു പോയിട്ടുള്ളൂ അല്ലേ? ഇല്ല. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ ഇയാളുടെ സാലറി, നെറ്റ് സാലറി തന്നിട്ടുണ്ട്. നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ എമൗണ്ടുകൾ മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റ് സാലറി എന്ന് പറയാം. ഇവിടെ മൈനസ് ചെയ്ത ഐറ്റംസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട് 14,000. അതുപോലെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 12,000 മൈനസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇൻകം ടാക്സ് പേ ചെയ്തത് 10,000 ഇവിടെ മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് ഈ പറയുന്ന 1,65,000 ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ നെറ്റ് സാലറി നമ്മൾ എന്ത് ചെയ്യാം, ഗ്രോസ് സാലറി ആക്കിയിട്ട് നമ്മൾ മാറ്റണം. ഓക്കെ, ദെൻ ഇനി 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നെറ്റ് സാലറിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 1,65,000. ദെൻ അത് നമ്മൾ ഗ്രോസ് സാലറി ആക്കി മാറ്റാണ് ഈ പറയുന്ന RPF എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അടച്ച എമൗണ്ടും ഇൻകം ടാക്സ് പേ ചെയ്ത എമൗണ്ടും തിരിച്ചതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് കിട്ടും, നമുക്ക് ഗ്രോസ് സാലറി കിട്ടും. നമുക്ക് ആ ഗ്രോസ് സാലറിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, പിന്നെ ഇവിടെ തന്നിട്ടുള്ള CC ആണ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ആണ്. ദെൻ അത് 12,000. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഉണ്ട്, അത് 5,000 ആണ്. ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കുറച്ച് പിന്നെ അതിൻ്റെ താഴെ വേറെ ഉണ്ട് കേട്ടോ. അതിൽ ഈ പറഞ്ഞ അലവൻസുകളൊക്കെ നമുക്കറിയാം സാലറി എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന ഇൻകംസ് ആണ്. പിന്നെ ഫിക്സഡ് മെഡിക്കൽ അലവൻസ് 2,000 പെർ മന്ത്. ഓക്കെ, 2,000 പെർ മന്ത്, അതും ഒരു അലവൻസ് തന്നെയാണ്, അതും സാലറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ അതുപോലെ ഇയാൾക്ക് കൊച്ചിയിലൊരു വീട് എംപ്ലോയർ താമസിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് എംപ്ലോയർ ഓരോ മാസം അടക്കുന്ന റെൻ്റാണ് 2,000 റുപ്പീസ്. ഓക്കെ, 2,000 റുപ്പീസ് ഓരോ മാസം എടുക്കുന്ന എമൗണ്ട് ആണ്. ദെൻ ഈ പറയുന്ന ഫ്രീ ആയിട്ടല്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടല്ല എംപ്ലോയർ ഈ എംപ്ലോയിക്ക് ഈ ഒരു വീട് കൊടുക്കുന്നത്. ഇയാൾക്ക് 200 പെർ മന്ത് ഇയാളുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ പിന്നീട് ഈ വീട് എന്ന് പറഞ്ഞാൽ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്. ഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഫർണിച്ചറോട് കൂടി, ഫുള്ളി ഫർണിച്ചറോട് കൂടിയാണ് ഫർണിച്ചറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു വീടാണ്. ആ ഫർണിച്ചറിൻ്റെ കോസ്റ്റാണ് 25,000. ദെൻ അതിൻ്റെ റിട്ടേൺ ഓൺ വാല്യൂ, അതിൻ്റെ ഡിപ്രീസിയേഷനൊക്കെ മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് 18,000 ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് പെർക്വിസിറ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം എംപ്ലോയിക്ക് അതർ ദാൻ സാലറി ഈ പറയുന്ന അലവൻസിന് പുറമെ എന്തെങ്കിലും ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ പെർക്വിസിറ്റ് എന്ന് പറയാം. അതിനിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിലും കൺസെഷണൽ റേറ്റിൽ കൊടുക്കുകയാണെങ്കിലും ആ ഒരു പ്രോപ്പർട്ടിയുടെ എത്രയാണോ എംപ്ലോയർ ഫ്രീ ആയിട്ട് ഇയാൾക്ക് കൊടുത്ത ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഇൻകം ആയിട്ട് എന്ത് ചെയ്യണം, ഈ അസസിയുടെ സാലറിയോട് കൂടി നമ്മൾ ആഡ് ചെയ്യാറുള്ളത് അല്ലേ. അതിലൊന്നാണ് റെന്റ് ഫ്രീ അക്കോമഡേഷന്, പിന്നെ RFA എന്ന് പറയും അല്ലേ. പിന്നെ അതുപോലെ വേറെയുണ്ട് ഈ പറഞ്ഞ കാറിൻ്റെ ഫെസിലിറ്റികൾ, ഫ്രീ ആയിട്ട് ഗ്യാസ് കൊടുക്കുക, ഇലക്ട്രിസിറ്റി കൊടുക്കുക. ഇതൊക്കെ ഈ പറഞ്ഞ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന പെർക്വിസിറ്റ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, പിന്നെ ഫ്രീ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി പ്രൊവൈഡഡ് ബൈ എംപ്ലോയർ അറ്റ് കോസ്റ്റ് ഓഫ് ₹1,000 പെർ മന്ത് ആണ്. ഈ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇലക്ട്രിസിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ബില്ലുകളും എംപ്ലോയർ തന്നെയാണ് പേ ചെയ്യുന്നത്. 1,000 പെർ മന്ത് ആണ് അടക്കുന്നത്, അതും പെർക്വിസിറ്റ് ആണ്. അതുപോലെ എംപ്ലോയർ ഹാസ് ഗിവൺ എ ലാർജ് കാർ ബട്ട് എക്സ്പെൻസ് ഓഫ് പേഴ്സണൽ പർപ്പസ് ആർ മീറ്റ് ബൈ മിസ്റ്റർ എ ആണ്. അതായത് എംപ്ലോയർ ഈ പറയുന്ന വീടിന് പുറമെ ഇയാൾക്ക് ഒരു കാറും ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ കാറിൻ്റെ എക്സ്പെൻസുകൾ ഇയാൾ ഈ കാർ ഒഫീഷ്യൽ പർപ്പസിനും
അതുപോലെ ഈ പറഞ്ഞ ഇയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. ഈ മിസ്റ്റർ എ എന്ന് പറയുന്ന എംപ്ലോയർ കൊടുത്ത കാറ് ഈ മിസ്റ്റർ എ അയാളുടെ പേഴ്സണൽ പർപ്പസിനും അയാളുടെ ഒഫീഷ്യൽ പർപ്പസിനും യൂസ് ചെയ്യുന്ന കാറാണ്. ഇനി പേഴ്സണൽ പർപ്പസിനെ കാർ യൂസ് ചെയ്യുന്ന സമയത്ത് വരുന്ന എക്സ്പെൻസുകൾ മിസ്റ്റർ എ, ദാറ്റ് മീൻസ് എംപ്ലോയി തന്നെയാണ് വഹിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കാറിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാറിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതും അയാളുടെ പെർക്വിസിറ്റിന്റെ വാല്യൂ ആയിട്ട് സാലറിയോട് കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനോട് ടോട്ടലിംഗ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം അവിടെ എന്താണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 1,65,000 ആണ് നെറ്റ് സാലറി അല്ലേ, 1,65,000. ദെൻ അതിനെ നമ്മൾ ഗ്രോസ് സാലറി ആക്കി മാറ്റണം, അല്ലെങ്കിൽ സാലറി ആയിട്ട് മാറ്റണം. ബേസിക് സാലറി ആയിട്ട് നമ്മൾ മാറ്റണമെങ്കിൽ ആ മൈനസ് ചെയ്ത എമൗണ്ടിനെ തിരിച്ചതിലോട്ട് തന്നെ ആഡ് ചെയ്യുക. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ 1,14,000. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 12,000 അടച്ചിട്ടുണ്ട്. ഇൻകം ടാക്സ് 10,000. അപ്പോൾ ഈ പറയുന്ന 3 എമൗണ്ട് നമ്മൾ തിരിച്ച് ഈ നെറ്റ് സാലറിയിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ അയാളുടെ ഫുൾ സാലറി എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ അയാളുടെ സാലറി 2,10,000 രൂപയാണ് അയാളുടെ സാലറി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇയാൾക്ക് CCA അല്ലെ, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതും ഈ പറഞ്ഞ പോലെ അയാളുടെ ഇതിനോട് കൂടി ആഡ് ചെയ്തു. എന്റർടൈൻമെന്റ് അലവൻസും അതുപോലെ ടാക്സബിൾ അലവൻസ് ആണ്. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ പിന്നീട് എന്ത് കിട്ടും, നമുക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഡക്ഷൻസ് അവൈലബിൾ ചെയ്യാൻ പറ്റും. ആ സമയത്ത് മാത്രമേ കുറക്കാൻ പറ്റുള്ളൂ. ഇയാളിപ്പോൾ മിസ്റ്റർ എ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റർടൈൻമെന്റ് അലവൻസ് ഫുള്ളി ടാക്സിബിൾ ആണ് 5,000. ഓക്കെ, പിന്നെ മെഡിക്കൽ അലവൻസ് മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സിബിൾ അലവൻസ് ആണ്. 2,000 പെർ മന്ത് ആണ് കിട്ടിയത്. നമുക്ക് ക്വസ്റ്റിൽ പറഞ്ഞ 2,000 പെർ മന്ത് ആണ്. അങ്ങനെ നമുക്ക് 12 മാസം കിട്ടും. അപ്പോൾ 12 × 2,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24,000 ആയിരിക്കും അയാളുടെ മെഡിക്കൽ അലവൻസ് ആയിട്ട് കിട്ടിയത്. അതും ഫുള്ളി ടാക്സിബിൾ അലവൻസ് ആണ്. ഓക്കെ, അതുപോലെ കൺസെഷണൽ അക്കോമഡേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വീട് അല്ലേ, വീടിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ വീടിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് 24,100 എന്ന് പറയും. ആ വീടിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തതിന്റെ കാൽക്കുലേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയർ. ഓക്കെ, ഇയാള് റെന്റ് പെയ്ഡ് ബൈ എംപ്ലോയർ എത്രയാണ് അത് നോക്കുക. ദെൻ റെന്റ് പേ ചെയ്ത് 24,000 ആണ്. നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2,000 പെർ മന്ത് ആണ് എംപ്ലോയർ എന്ത് ചെയ്യണത്, റെന്റ് പേ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ അതുപോലെ ഈ വീട് ഫുള്ളി ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഫർണിച്ചർ കോസ്റ്റ് ഓഫ് ഫർണിച്ചറിന്റെ 10%. ഈ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 25,000 ആണ് നമുക്ക് കോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഇവിടെ 25,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 25,000ന്റെ 10% കൂടി എന്ത് ചെയ്യണം, ഇതിനോട് കൂടി ആഡ് ചെയ്യും. അങ്ങനെയാണ് നമുക്കിവിടെ ആ ഒരു വീടിന്റെ ഇയാൾ എംപ്ലോയിക്ക് കൺസെഷണൽ റേറ്റിൽ അല്ലെങ്കിൽ കൺസെഷണൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തതിന്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും 26,500 ആണ് ആ വീടിന്റെ വാല്യൂ. അത്രയും എക്സ്പെൻസീവ് വരുന്ന എമൗണ്ട് ഈ എംപ്ലോയർ ആണ് എന്ത് ചെയ്യണത്, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പേ ചെയ്യണത്. പക്ഷെ ഫുൾ എമൗണ്ട് അല്ല, അതിൽ നിന്നും എന്ത് ചെയ്യണം, 26,500 എന്ന് എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് 200 രൂപ ഈ പറഞ്ഞ ഈ ഒരു വീടിന്റെ ഭാഗമായിട്ട് പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ക്വസ്റ്റ്യനോട് പറയുന്നുണ്ട് ഈ പറഞ്ഞ വീട് റെന്റ് കൊടുക്കുന്നുണ്ട് 2,000 പെർ മന്ത്. പക്ഷെ എംപ്ലോയർ ഈ പറഞ്ഞ മിസ്റ്റർ എയുടെ സാലറിയിൽ നിന്ന് 200 പെർ മന്ത് ഈ ഒരു വീടിന്റെ റെന്റിലോട്ട് പിടിക്കുന്നുണ്ട്. ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, നമുക്ക് മൈനസ് ചെയ്യാം. ഓക്കെ, അത് മൈനസ് ചെയ്താൽ 200 × 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും 2,400 ആണ്. ആ 2,400 26,500 എന്ന് മൈനസ് ചെയ്താൽ നമുക്കിവിടെ 24,100. ഇതാണ് ആ റെന്റ് ഫ്രീ അക്കോമഡേഷന്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുക. ഇതൊക്കെ നമ്മൾ സാലറി എന്ന് പറയുന്ന ഹെഡിൽ ചെയ്തതാട്ടോ. അപ്പോൾ 24,100 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് കിട്ടും. അത് അയാളുടെ സാലറിയുടെ ഭാഗമായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അതാണ് 24,100 ഇവിടെ. ഇനി നെക്സ്റ്റ് ഗ്യാസ് ഇലക്ട്രിസിറ്റി. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ എംപ്ലോയർ ഗ്യാസും ഇലക്ട്രിസിറ്റിയും കൊടുക്കുന്നുണ്ട്. അതിന്റെ ബില്ല് എംപ്ലോയർ ആണ് പേ ചെയ്യണത്. അതും 1,000 പെർ മന്ത് ആണ്. അപ്പൊ നമുക്കവിടെ 1,000 × 12 ചെയ്താൽ 12,000 കിട്ടും. അതാണ് ഈ ഒരു 12,000 ഗ്യാസ് ഇലക്ട്രിസിറ്റി. ഫുള്ളി ടാക്സിബിൾ ആണ്, ഫുള്ളി ടാക്സിബിൾ പെർക്വിസിറ്റ് ആണ്. ഇനി കാറിന്റെ വാല്യൂ അല്ലേ, വാല്യൂ ഓഫ് കാർ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന എംപ്ലോയി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒഫീഷ്യൽ പർപ്പസിന് വരുന്ന
എക്സ്പെൻസ് അല്ലെങ്കിൽ എമൗണ്ട് ആയിട്ട് കണക്കാക്കുക 900 ആണ്. 900 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസം 900 ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ദി കാർ വരിക സ്മോൾ കാറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 900 ഇൻറ്റു 12 ചെയ്താൽ 10,800 രൂപയാണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പോൾ ഇത്രയും ഭാഗം ഈ പറഞ്ഞ ഈ ഒരു നെറ്റ് സാലറിനോട് കൂടി നമ്മൾ മൈനസ് ചെയ്ത എമൗണ്ടുകളൊക്കെ തിരിച്ച് ആഡ് ചെയ്ത ഈ പറഞ്ഞ 1 2 3 4 5 6 7 ഐറ്റംസ് ഒക്കെ പാടെ ആഡ്, ഇതൊക്കെ സാലറി എന്ന് പറയുന്ന ഹെഡിലാണ് വരിക. എല്ലാം പാടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗ്രോസ് സാലറി നമുക്ക് കിട്ടും. ഓക്കെ, എല്ലാം പാടെ ആഡ് ചെയ്ത ഗ്രോസ് സാലറി കിട്ടും. ആ നമുക്കറിയാം സാലറി എന്ന് പറയുന്ന ഹെഡ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് 50,000 ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ പറഞ്ഞ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിൽ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ഉണ്ട്. അത് 50,000 ആണ്. ദെൻ ആ 50,000 നമുക്കിവിടെ മൈനസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇപ്പോൾ ഈ എംപ്ലോയി ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് പുറമെ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് അലവൻസും നമുക്ക് എന്ത് ചെയ്യാം, സാലറിയിൽ നിന്ന് നമുക്ക് മൈനസ് ചെയ്യാം. ലാസ്റ്റ് ഈ ഗ്രോസ് സാലറിയിൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. ഇയാൾ ഗവൺമെൻറ് എംപ്ലോയി അല്ല, ഈ 5,000 ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യട്ടും ഡിഡക്ഷൻസ് കിട്ടുന്നതാണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ താഴെ അതുകൂടി മൈനസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇയാൾ ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മൈനസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ 2,88,900 എന്ന് പറയുന്ന ഗ്രോസ് സാലറിയിൽ നിന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതായത് സാലറി എന്ന് പറയുന്ന ഹെഡിലെ ഡിഡക്ഷൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2,38,900 എന്ന് പറയുന്ന എമൗണ്ട് കിട്ടും. ഓക്കെ, ഈ എമൗണ്ട് ആണ് ഇൻകം ഫ്രം സാലറി. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വേറെ ഹെഡിലെ ഇൻകംസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെ തന്നെ എന്ത് ചെയ്യാം, അതിനെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, വേറെ ഹെഡിലത്തെ ഇൻകംസ് നമുക്ക് ഈ ഒരു ക്വസ്റ്റിൽ തന്നിട്ടില്ലാത്തതുകൊണ്ട് ഇൻകം ഫ്രം സാലറി തന്നെയാണ് നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഓൾറെഡി തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ 1,65,000 എന്ന് പറയുന്ന ഈ നെറ്റ് സാലറി എന്തൊക്കെയോ മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടാന്ന് പറഞ്ഞു അല്ലേ. ആ മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് എന്തൊക്കെയാണ് ഇതിന് മൈനസ് ചെയ്തത്? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് 14,000 രൂപ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തതും LIC പ്രീമിയം അടിച്ച 12,000. ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടും LIC പ്രീമിയം അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഈ പറഞ്ഞ എംപ്ലോയി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് 80C എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം അല്ലെ. സെക്ഷൻ 80Cയിൽ പറയുന്നത് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഈ പറയുന്ന പ്രൊവിഡന്റ് ഫണ്ടിലോട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഈ അസസി പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അടക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ പോലെ 80C പ്രകാരം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അങ്ങനെ ഈ പറഞ്ഞ 14,000ഉം 12,000ഉം കൂടെ ആഡ് ചെയ്ത എമൗണ്ട് ആണ് ഈ പറയുന്ന 26,000. നോട്ട് ചെയ്ത് വെച്ചോ, അവിടെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് 14,000, LIC പ്രീമിയത്തിലോട്ട് നമ്മൾ 12,000 പ്രീമിയം അടച്ച രണ്ടും പാടെ ആഡ് ചെയ്ത എമൗണ്ട് ആണ് ഈ 26,000. ഓക്കെ, ക്ലിയർ ആണല്ലോ. 26,000 അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് കുറക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് നടത്തിയാൽ നമുക്ക് 80C പ്രകാരം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഇവിടെ കണ്ടാൽ പറയും നമുക്ക് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേറെ ഡിഡക്ഷൻസും കാര്യങ്ങളൊന്നും ഇവിടെ പറയാത്തത് കൊണ്ട് നമുക്ക് ഇനി അതൊന്നും ചെയ്യണ്ട. ദെൻ അപ്പോൾ ആ ഡിഡക്ഷൻസ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2,38,900 എന്ന് പറയുന്ന ഇൻകം ഫ്രം സാലറി അല്ലെങ്കിൽ അതിന് തന്നെയാണ് ഗ്രോസ് ടോട്ടലിംഗ് എന്ന് പറഞ്ഞു. ദെൻ അതിന് മൈനസ് ചെയ്താൽ 2,12,900 എന്ന് പറയുന്ന എമൗണ്ട് കിട്ടും. ഓക്കെ, ഈ 2,12,900 എന്ന് പറയുന്ന എമൗണ്ടിൽ നമ്മളിവിടെ പ്രോബ്ലം നിർത്താനുള്ള കാരണം നമുക്കറിയാം സ്ലാബ് റേറ്റ് വെച്ചിട്ട് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. സ്ലാബ് റേറ്റ് അറിയാം നമുക്ക്. അശ്വനി, എത്ര വരെയാണ് എക്സംപ്റ്റഡ്, എത്ര വരെയാണ് ഏത് മുതൽ ഏത് വരെ ടാക്സ് ഉള്ളതെന്നുള്ളതൊക്കെ അറിയോ? പഴയതല്ലേ? പഴയ റേറ്റ് യെസ്. എത്രയാണ്? 2.5 lakhs വരെ നില്ല്. 2,50,000 വരെ നില്ലാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ടോട്ടലിംഗ് കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 2,12,900 ആണ്. അപ്പോൾ ഇത് അത് ആ ഒരു ലിമിറ്റിലോട്ട് എത്താത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, അതിൻ്റെ ടാക്സ് ലയബിലിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഒറ്റ മിനിറ്റ്. ഇതിൻ്റെ ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് മിസ്റ്റർ എ for the year ended 31st March 2024 calculate his total income ആണ്. മിസ്റ്റർ എയുടെ 2024
24 മാർച്ച് 31 ഇയാളുടെ കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് അയാളുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, ടാക്സ് ലയബിലിറ്റി കാണാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നോക്കാം. സാലറി 2,25,000 പെർ മന്ത് ആണ്, 25,000 ആണ് ഇയാളുടെ മന്ത്ലി സാലറി. ഡിയർനെസ് അലവൻസ് ഉണ്ട് 4,000 പെർ മന്ത് ആണ്. അതിൽ 50% ഇയാളുടെ ബേസിക് പേയുടെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഫോമിങ് പാർട്ട് ഓഫ് ബേസിക് പേ ആണ്. ദെൻ അതായത് ഈ 4,000 പകുതി. ഓക്കെ, ഇനി ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്, അത് 900 പെർ മന്ത് ആണ് ഇയാൾക്ക് കിട്ടുന്നത്. ദെൻ അതിൽ ഓഫീസിൽ പോകാനും അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അലവൻസ് ആണ് 900 പെർ മന്ത്. ഓക്കെ, ദെൻ ഹിസ് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ₹40,000 ആണ്. അതായത് ഈ എംപ്ലോയി ആയിട്ടുള്ള മിസ്റ്റർ എ അയാളുടെ സാലറിന്ന് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് 40,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ ആ വർഷം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയറും എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് എംപ്ലോയിയും കോൺട്രിബ്യൂഷൻസ് നടത്താറുണ്ട്. ഇതിവിടെ പറയാനുള്ള കാരണം എന്താ അറിയോ? ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് മനസ്സിലായോ എനിക്ക് എന്താണ് RPF പ്രൊവിഷൻ? ഡിഡക്ഷന് വേണ്ടിയിട്ടാണ്. ഡിഡക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ATCയിൽ ഡിഡക്ഷൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ATC പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എക്സസ് ആയി കഴിഞ്ഞാൽ 12% അധികമായി കഴിഞ്ഞാൽ അത് നമുക്ക് ടാക്സബിൾ ആയിട്ട് മാറുകയും ചെയ്യും. നമുക്ക് നോക്കാം. ഇനി ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആണ്. ഓക്കെ, അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന ഇൻകം ആണ്. ദെൻ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് എമൗണ്ട് ഇതിന്റെ കേസ് അറിയോ, ഓർമ്മ ഉണ്ടോ? നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ട് അല്ലേ? 80 TTA എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം ഇൻട്രസ്റ്റ് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അപ് ടു 10,000 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, TTA പ്രകാരം നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, ഇത് നമ്മളുടെ അതർ സോഴ്സിലെ ഇൻകം ആയിട്ട് എടുക്കും, പിന്നീട് നമുക്ക് 80 TTA പ്രകാരം നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്ന ഒരു ഇൻകം ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡൊണേഷൻ പെയ്ഡ് ടു PMDRF ആണ്. ഓക്കെ, ഇതെന്തിനുള്ളതാ? ഡൊണേഷൻ പെയ്ഡ് ടു PMDRF 18G അല്ലേ? 80G ഡിഡക്ഷൻസ് ആണ് അല്ലെ? 80G നമുക്ക് ഡൊണേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു കേസാണിത്. PMDRFന്റെ ഓക്കെ, നമുക്ക് നോ ലിമിറ്റ് ഡൊണേഷനും വിത്ത് ലിമിറ്റ് ഡൊണേഷനും ഒക്കെ ഉണ്ട്. അതിൽ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഡിഡക്ഷൻ ആണിത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇൻകം ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് ആണ്. പക്ഷെ ഇത് കണ്ടാൽ മനസ്സിലാക്കി വെക്കുക, ഇത് 80Gയിലെ ഡിഡക്ഷൻസിന്റെ ഭാഗമായിട്ട് തന്നതാണ്. ഇനി ഡൊണേഷൻ പെയ്ഡ് ടു ഗവൺമെന്റ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് ₹10,000. ഇതും 80G തന്നെയാണ്, ഡൊണേഷൻ ആണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് ഇത് വിത്ത് ലിമിറ്റിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം ഗവൺമെന്റ് സെക്യൂരിറ്റി ₹7,000 ആണ്. നമുക്ക് ഇയാൾ ഗവൺമെന്റ്, ഈ പറഞ്ഞ മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി ഗവൺമെന്റിന്റെ ഏതൊരു ബോണ്ടിലോ സെക്യൂരിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ആൾക്ക് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ₹7,000, 7,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതർ സോഴ്സിലെ ഇൻകം ആണ്. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം ബാങ്ക് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആണ്. FD ഇട്ടിട്ടുണ്ട്, ഇയാൾ ബാങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. അതിന് അയാൾക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് 4,000 രൂപയാണ്. ഓക്കെ, ഇതും അതർ സോഴ്സിലെ ഇൻകം ആണ്. ഇനി ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് എ മ്യൂച്വൽ ഫണ്ട് ₹5,000 ആണ്. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഇൻകം കിട്ടിയിട്ടുണ്ട് അല്ലെ? മ്യൂച്വൽ ഫണ്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട്. അതിന് അയാൾക്ക് ഇൻകം കിട്ടിയിട്ടുണ്ട്. അതും അതർ സോഴ്സിലെ ഇൻകം ആണ് മ്യൂച്വൽ ഫണ്ടിലെ ഇൻകം എന്ന് പറയുന്നത്. ഇനി പ്രൊവിഡന്റ് ഫണ്ട് എന്ന അയാൾക്ക്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന അയാൾക്ക് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് 3,000. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അതർ സോഴ്സിലെ ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ സാലറി ചെയ്യണം. ഇൻകം ഫ്രം സാലറി നമ്മൾ ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എ എന്നൊക്കെ പറഞ്ഞ് അസസ്മെന്റ് ഇയർ 24-25 ആണ്. അതൊക്കെ ഹെഡിങ് കൊടുക്കണം. പിന്നെ ആദ്യം നമ്മൾ സാലറിയിലെ ഹെഡ് നോക്കുക, ഇൻകം ഫ്രം സാലറി നോക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സാലറി 25,000 പെർ മന്ത് ആണ്. അപ്പോൾ 25,000 × 12 ചെയ്താൽ 3 ലക്ഷം കിട്ടും നമുക്ക്. ഓക്കെ,
ഇനി ഡിയർനെസ് അലവൻസ് 4000 ആണ് അയാൾക്ക് കൊടുക്കുന്നത് മന്ത്ലി. അതിനെയും 12 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 48,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട് കിട്ടും. ട്രാൻസ്പോർട്ട് അലവൻസ് അത് ടാക്സബിൾ അലവൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ട്രാൻസ്പോർട്ട് അലവൻസുകളൊക്കെ ടാക്സബിൾ അലവൻസ് ആണ്. നമുക്ക് പ്രധാനപ്പെട്ട എക്സംപ്റ്റഡ് അലവൻസുകൾ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ 900 ആണ് മന്ത്ലി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇയറിലോട്ട് കൺവേർട്ട് ചെയ്താൽ 900 ഇൻറ്റു 12 ചെയ്താൽ 10,800 ആണ് ഫുൾ എമൗണ്ട് വരിക. ഓക്കെ, ഇനി ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നേരത്തെ നമ്മൾ പറഞ്ഞു എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കും. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കണ്ട. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്താൽ 80C പ്രകാരം നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ട്. അതായത് പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ 90 ചെയ്യേണ്ട, അത് 80C പ്രകാരമുള്ള ഡിഡക്ഷൻസിന് വേണ്ടി മാത്രം എടുത്താൽ മതി. പക്ഷേ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അവിടെ നോക്കേണ്ട ഒരു പ്രൊവിഷൻ ഉണ്ട്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന മിസ്റ്റർ എ, ദാറ്റ് മീൻസ് എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതലായി കഴിഞ്ഞാൽ, 12% കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ അധികമുള്ള എമൗണ്ടിനെ അത് എന്ത് ചെയ്യും? അയാളുടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. അതാണ് ഇവിടെ എഴുതി കാണിച്ചിട്ടുള്ളത്. എക്സസ് കോൺട്രിബ്യൂഷൻ ടു RPF ബൈ എംപ്ലോയർ. ഈ ER കാണിച്ചത് എംപ്ലോയർ ആട്ടോ. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഇവിടെ നോക്കിയാൽ മതി. ഇയാളുടെ സാലറി എന്ന് പറഞ്ഞാൽ 30,000 പ്ലസ് 48,000 പ്ലസ് ഓക്കെ ഇതിൻ്റെ പകുതി, 30,000 പ്ലസ് 48,000 പകുതി. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ കാൽക്കുലേഷൻ എടുക്കുന്ന സമയത്ത് ഇയാളുടെ സാലറി എന്ന് പറഞ്ഞാൽ ഈ ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് ഫോമിങ് പാർട്ട് ഓഫ് ബേസിക് പേ മാത്രമാണ് എടുക്കുക. ഓക്കെ, കാൽക്കുലേറ്ററിൻ്റെ എടുത്ത് കൂട്ടി നോക്കിയാൽ മതി. 25,000 ഇൻറ്റു 12. അപ്പോൾ നമുക്ക് അവിടെ ആൻസർ കിട്ടും 3 ലക്ഷമാണ്. ദെൻ പിന്നെ 4,000 ഇൻറ്റു 12, അത് 48,000 കിട്ടും. 48,000 പകുതി, 48,000 പകുതി എന്ന് പറഞ്ഞാൽ എത്ര വരും? 24,000 വരും അല്ലേ? അതാണ് ഈ 3,24,000. അതായത് ഫോമിങ് പാർട്ട് ഓഫ് ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ്. എത്രയാണ് പാർട്ട് ഓഫ് ബേസിക് പേ? ഇത് ഫുള്ള് എമൗണ്ട് പാർട്ട് ഓഫ് ബേസിക് പേ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 3,40,000 തന്നെയാണ്, 48,000 ആണ് എടുക്കുക. പക്ഷേ ഇതിൻ്റെ പകുതിയാണ് പാർട്ട് ഓഫ് ബേസിക് പേ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആണ് നമ്മൾ പകുതി എടുക്കാനുള്ള കാരണം. ഓക്കെ, അത് രണ്ടും പാടെ കൂട്ടിച്ചേർത്തതാണ്. അതായത് 3 ലക്ഷം പ്ലസ് ഇതിൻ്റെ പകുതി രണ്ടും പാടെ കൂട്ടിച്ചേർത്തതായിരിക്കും അവിടെ നമ്മൾ സാലറിയുടെ 12% കാണുമ്പോൾ എടുക്കേണ്ട സാലറി. ഓക്കെ, അപ്പോൾ 3,24,000 12% എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് എന്ത് ചെയ്യാം? 40,000 നിന്നും മൈനസ് ചെയ്യാം. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞ എമൗണ്ടാണ്. അപ്പോൾ 12% എംപ്ലോയിയുടെ സാലറിയുടെ 12% പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ, ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് അത് നമുക്ക് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട? ആ എമൗണ്ടിന് നമ്മൾ സാലറിയുടെ ഭാഗമായിട്ട് എടുക്കണ്ട. പക്ഷെ അതിൽ കൂടുതൽ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? അതിൽ കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? 12% അധികം കൊണ്ടുവന്ന എമൗണ്ടാണ് 1,120. ആ 1,120 എന്ത് ചെയ്യണം? നമ്മൾ നമ്മളുടെ സാലറിയുടെ ഭാഗമായിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, കാൽക്കുലേറ്റർ ഉണ്ടോ അശ്വിനിയുടെ കയ്യിൽ? അന്ന് കൂട്ടി നോക്ക്. 3,24,000 ഇൻറ്റു 12/100 ചെയ്ത് നോക്ക്. എത്ര വരുന്നത്? 38,880. അതാണ് 38,880 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ 40,000 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എംപ്ലോയർ. അപ്പോൾ അതുകൊണ്ട് ആ എക്സസ് എമൗണ്ട് 1,120 നമ്മൾ എന്ത് ചെയ്യണം? അത് സാലറിയുടെ ഭാഗമായിട്ട് എടുക്കണം. അതായത് 12% വരെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അത് നമ്മൾ നോക്കണ്ട, അത് എക്സെപ്റ്റഡ് ആണ്. പക്ഷെ അതിൽ കൂടുതൽ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ സാലറിയുടെ ഭാഗമായിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, എക്സസ് എമൗണ്ട്. ദെൻ ഇതൊക്കെ പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രോസ് സാലറി കിട്ടും 3,89,920 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രോസ് സാലറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ നെറ്റ് സാലറി ആക്കാൻ അല്ലെങ്കിൽ സാലറി ആക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിഡക്ഷൻസ് മൈനസ് ചെയ്യണം. സാലറി എന്ന് പറയുന്ന ഹെഡിലെ ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുക അല്ലേ? അതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. നമുക്ക് ക്വസ്റ്റിൽ പറഞ്ഞാലും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ എമൗണ്ട് 50,000 നിന്ന് മൈനസ് ചെയ്താൽ ഇൻകം ഫ്രം സാലറി നമുക്ക് കിട്ടും ഇവിടെ 3,99,920 എന്നുള്ള ഒരു എമൗണ്ട് കിട്ടും. അതാണ് ഇൻകം ഫ്രം സാലറി. കഴിഞ്ഞില്ല, ഇവിടെ കൊള്ളാത്തതുകൊണ്ട് അടുത്ത പേജിൽ ഇട്ടെടുത്താണ്. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ
മെയിനായിട്ട് സാലറി എന്ന് പറയുന്ന ഹെഡിലെ ഐറ്റംസും അതുപോലെ തന്നെ അതർ സോഴ്സിലെ ഐറ്റംസുമാണ് മെയിനായിട്ട് ഇതിലുള്ളൂ. ദെൻ ബിസിനസ്സോ പ്രൊഫഷനോ അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഒന്നും ഈ ഒരു ക്വസ്റ്റ്യനിലില്ല. അപ്പോൾ നോക്കാം, ഇനിയുള്ളത് ഇൻകം ഫ്രം അതർ സോഴ്സിലെ ഇൻകംസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അല്ലേ, പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയതുണ്ട് ഒരു 6500. ദെൻ പിന്നെ നമുക്കറിയാം സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആണ്, 3500 നമുക്ക് എക്സംപ്റ്റഡ് ആണ്, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ അത് കുറച്ച് കഴിഞ്ഞാലാണ് 3000 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് കിട്ടുക കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് 6500 ആണ് കിട്ടിയത്, 3500 വരെ എക്സംപ്റ്റഡ് ആണ്. അത് നമുക്ക് നേരിട്ട് അപ്പം തന്നെ അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അതർ സോഴ്സിലെ ഒരു പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റ് ഇൻകൊക്കെയാണ്, അത് നമുക്ക് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട് നമുക്ക് കിട്ടിയതാണ് 5000 രൂപ, അതും അതർ സോഴ്സിലെ പ്രധാനപ്പെട്ട ഒരു ഇൻകം ആണ്. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് FD ഇട്ടിട്ടുണ്ട്, അതിന് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, എത്രയാണ്, 4000. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 4 എമൗണ്ടുകൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടും 19,000 ആണ് ഇൻകം ഫ്രം അതർ സോഴ്സിലെ ഇൻകംസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നുമില്ല, ഡിഡക്ഷൻസ് പറയുന്നില്ല, അതുകൊണ്ട് അതിന് നേരെ നമ്മൾ ഔട്ടർ കോളത്തിലോട്ട് എടുത്ത് എഴുതി. അപ്പോൾ നമുക്കിവിടെ 2 ഹെഡ്സ് ആയി ഇൻകം ഫ്രം സാലറിന്ന് 3,09,920 അതർ സോഴ്സിലെ 19,000 രണ്ടും പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3,09,920 പ്ലസ് 19,000 ആഡ് ചെയ്താൽ നമുക്കിവിടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. വേറെ ഹെഡ് ഓഫ് ഇൻകംസ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് 3,28,920 എന്ന് പറയുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്കിവിടെ കിട്ടും. ഓക്കെ, പിന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ടോട്ടൽ ഇൻകം ആക്കി മാറ്റണം. ക്വസ്റ്റിലതാണ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, അപ്പോൾ ഡിഡക്ഷൻസ് നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എംപ്ലോയി ഈ പറഞ്ഞ പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് വല്ല എമൗണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 80C പ്രകാരം ഡിഡക്ട് ചെയ്യാം. RPFിലോട്ട് എംപ്ലോയി ഹിസ് കോൺട്രിബ്യൂഷൻ, ഹിസ് മീൻസ് ഇവിടെ മിസ്റ്റർ എ, ദാറ്റ് മീൻസ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 40,000 വരെ നമുക്ക് അത് കുറയ്ക്കാൻ പറ്റും. സോ നോക്കാം, 80C പ്രകാരം നമുക്ക് 40,000 നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തത് നമുക്കിവിടെ പറഞ്ഞത് ഡൊണേഷൻ പെയ്ഡ് ടു PMDRF 5000, ഡൊണേഷൻ പെയ്ഡ് ടു ഗവൺമെൻറ് ഫോർ പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് 10,000 ആണ്. ഈ 2 കേസ് നമുക്ക് ഡിഡക്ഷൻസിന് അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 10,000 പ്ലസ് 5,000 അല്ലേ, 10,005 പ്ലസ് 5,000 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് 12,500 ആയിരിക്കും ഇവിടെ കാണുന്നുണ്ടാവുക. ജസ്റ്റ് ഞാൻ ആ ഒരു ഡിഡക്ഷൻസിൻ്റെ ഒരു സ്ലൈഡ് കാണിച്ചു തരാം. 80G കാണാനാണ് കേട്ടോ. കേട്ടോ, വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്. ഇതിൽ മെയിനായിട്ട് പറഞ്ഞ രണ്ടേ രണ്ടെണ്ണേ പറയുന്നുള്ളൂ. അതിലൊന്ന് ഈ പറഞ്ഞ ഫാമിലി പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡൊണേഷനാണ്. ഓക്കെ, വിത്ത് ലിമിറ്റ് ഡൊണേഷൻ 100% ഓഫ് ക്വാളിഫൈ എമൗണ്ട് ആണ്. എത്രയാണോ ക്വാളിഫൈ എമൗണ്ട്, ആ ക്വാളിഫൈ എമൗണ്ടിൻ്റെ ഫുൾ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാം. ദെൻ പിന്നെ വേറൊന്ന് പറഞ്ഞത് ഏതാ, 2 നമുക്ക് നമ്മുടെ ക്വസ്റ്റിൽ പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ പറയുന്നത് ഏതാണ്, ക്വസ്റ്റിൽ നോക്കിയാൽ മതി. ഇവിടെ ഡൊണേഷൻ ടു PMDRF ആണ്. PMDRFിലോട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ടിലോട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ PMDRFിൻ്റെ കേസ് നോക്കാം. കേട്ടോ, നോ ലിമിറ്റഡ് ഡൊണേഷൻ 50% ആണ്. എത്രയാണോ ഡൊണേറ്റ് ചെയ്യണത് അതിൻ്റെ പകുതി. ഇപ്പോൾ 5000 ആണെങ്കിൽ 2500, അതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ അപ്പോൾ ഇങ്ങനെ 2 ഡിഡക്ഷൻസ് നമുക്ക് 80G പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അതിൽ നോക്കാം,
അപ്പോൾ 80G പ്രകാരം ഇവിടെ ഡിഡക്ട് ചെയ്യാൻ പറ്റിയ നമുക്ക് 10,000 അല്ലേ, രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്ന് ഈ പറഞ്ഞ ഫാമിലി പ്ലാനിങ്ങിൻ്റെ 10,000ഉം അതുപോലെ ഡൊണേഷൻ പെയ്ഡ് ടു PMDR, ദാറ്റ് മീൻസ് പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ടാണ്. ഇത് എത്ര വേണമെങ്കിലും ഡൊണേഷൻ നടത്താം. ആ ഡൊണേഷൻ ചെയ്തതിൻ്റെ പകുതിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് 80G പ്രകാരം ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ 2,500, ഓക്കെ, 2,500 ആണ് വരിക. ഇവിടെ 10,000 ആണ്. ആ 10,000 നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല, പക്ഷേ ചിലപ്പോൾ 10,000 ഫുള്ള് കിട്ടും. അവിടെ ക്വാളിഫൈ എമൗണ്ടിൻ്റെ 100% ആണ്. ഓക്കെ, അവിടെ അത് വിത്ത് ലിമിറ്റാണ്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ക്വാളിഫൈ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ക്വാളിഫൈ എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് കൂടി നോക്കാം. ഡൊണേഷൻ പെയ്ഡ് ടു PMDRF ഈസ് ഡിഡക്റ്റബിൾ ആൻഡ് ഡൊണേഷൻ ഫാമിലി പ്ലാനിങ് 100% ഓഫ് ക്വാളിഫൈ എമൗണ്ട് ആണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വർക്കിംഗ് നോട്ടിൽ കാണുന്നുണ്ട് ഡൊണേഷൻ പെയ്ഡ് ടു PMDRF എന്ന് പറഞ്ഞാൽ 50% ആണ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക. അതായത് എത്രയാണോ ഡൊണേഷൻ ചെയ്തത്, എത്ര വേണമെങ്കിലും ഡൊണേഷൻ ചെയ്യാം. ഇപ്പോൾ 10,000 ആണെങ്കിൽ 5,000. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 5,000 ആണ് PMDRFിലോട്ട് ഡൊണേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 2,500. പിന്നെ നമുക്ക് ഫാമിലി പ്ലാനിങ്ങിലോട്ടുള്ള ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിഫൈ എമൗണ്ടിൻ്റെ QA എന്ന് പറഞ്ഞാൽ ക്വാളിഫൈ എമൗണ്ട് ആണ്. ആ ക്വാളിഫൈ എമൗണ്ടിൻ്റെ 100% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാം. ഇവിടെ ക്വാളിഫൈ എമൗണ്ട് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഈ പറഞ്ഞ നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലേ, ഗ്രോസ് ടോട്ടൽ ഇൻകം എടുക്കുക. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മളുടെ ഈ പറയുന്ന ഡിഡക്ഷൻസ് എന്ത് ചെയ്യുക, നമ്മൾ മൈനസ് ചെയ്യുക. ഓക്കെ, ദെൻ അപ്പോൾ 3,28,920 നമുക്കിവിടെ കിട്ടും. 3,28,920. അതിൽ നിന്നും 80G ഒഴികെയുള്ള എല്ലാ ഡിഡക്ഷൻസും മൈനസ് ചെയ്യുക. ഓക്കെ, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മളുടെ 80G ഒഴികെയുള്ള എല്ലാ ഡിഡക്ഷൻസും മൈനസ് ചെയ്യുക. അപ്പോൾ 3,28,920 മൈനസ്, ഇപ്പോൾ 2 ഡിഡക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. 80C ഉണ്ട്, 80TTA ഉണ്ട് അല്ലേ. ആ 2 മൈനസ് ചെയ്യുക, അതാണ് ഇവിടെ ചെയ്തത്. ആ 2 പാട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് കിട്ടും. ദെൻ അതിൻ്റെ 10% വേണം. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കുക. അശ്വിനി, എത്ര വരുന്നത്? കാൽക്കുലേറ്റർ ഇല്ലേ, ഒന്ന് കൂട്ടി നോക്ക്. 3,28,920 മൈനസ് 40,000 മൈനസ് 30,000, സോറി 3,000. ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്രയാണ് വരുന്നത് നോക്കൂ. 2,85,920. ഓക്കെ, അതിന്റെ 10% ഇൻറ്റു 10%. 28,592. ഓക്കെ, 28,592. ഓക്കെ, 2. അതോ അല്ലെങ്കിൽ 10,000. ഇയാൾ ഡൊണേഷൻ ചെയ്ത് 10,000 ആണ് അല്ലേ. ഈ ഫാമിലി പ്ലാനിങ്ങിലോട്ട് ഡൊണേഷൻ ചെയ്ത് എത്രയാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ, അതായത് ക്വാളിഫൈ എമൗണ്ടിൻ്റെ 10% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 28,000 സംതിങ് ആണ് കിട്ടിയത്. അതിലെ ചെറുതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ക്വാളിഫൈ എമൗണ്ട് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൻ്റെ 10% അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ ചെയ്ത ഡൊണേഷൻ വിച്ച് എവർ ഈസ് ലെസ്, അതാണ് ക്വാളിഫൈ എമൗണ്ട്. ആ ക്വാളിഫൈ എമൗണ്ടിൻ്റെ ഫുൾ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ നമ്മളെടുത്ത ഈ ഒരു എമൗണ്ട്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ 12,500 എന്ന് പറയുന്നത് മറ്റതിൻ്റെ പകുതി, 5,000-ൻ്റെ പകുതി 2,500 പ്ലസ് ഈ പറഞ്ഞ ക്വാളിഫൈ എമൗണ്ട് നമുക്കിവിടെ കിട്ടിയത് 10,000 തന്നെയാണ്. അപ്പോൾ അത് ഫുള്ളും ഒക്കെ രണ്ടും പാടെ കൂട്ടിയതാണ് 12,500 കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഉള്ളത് നമുക്കിവിടെ TTA ആണ്. TTA എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. നമുക്ക് അതർ ഹെഡ് എന്ന് പറയുന്ന ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മുടെ ഇൻകമായിട്ട് അവിടെ തന്നെ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുന്നൊരു 3,500 ഉണ്ട്. പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ 3,500 രൂപ വരെയുള്ള ഇൻട്രസ്റ്റ് എക്സെപ്റ്റഡ് ആണ്. അത് അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന ഡിഡക്ഷൻ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് 3,000 ആണ്. ഇൻട്രസ്റ്റ് നമുക്ക് 10,000 വരെ 80 TTA പ്രകാരം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ 3,000 നമുക്കിവിടെ എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു ഡിഡക്ഷൻസിൻ്റെ ഇത് കൂടി കാണിച്ചു തരാം. സ്ലൈഡ് കേട്ടോ നോക്കിക്കോ. TTA കാണാൻ പറ്റുന്നുണ്ടാവും. ഡിഡക്ഷൻസ് ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആണ് കേട്ടോ. സേവിംഗ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 80 TTA പ്രകാരം നമുക്ക് ഇൻഡിവിജ്വൽസിനും HUFനും 10,000 രൂപ വരെ അല്ലെങ്കിൽ മാക്സിമം 10,000 രൂപ വരെ കേട്ടോ
10,000 രൂപ വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, അതായത് സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ATTTA പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാം. ആ ഡിഡക്ഷൻസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ എടുത്തത്. ഓക്കെ, ഇനി അപ്പോൾ ഈ പറഞ്ഞ 3 ഡിഡക്ഷൻസും കൂടി നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 പാടെ ആഡ് ചെയ്യുക ആദ്യം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 53,000 മൈനസ് ചെയ്ത് കഴിയും. ഓക്കെ, ഇത് 3 പാടെ ആഡ് ചെയ്തതാണ് 55,000. ആ 55,000 നമ്മൾ ഈ ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടോട്ടൽ ഇൻകം കിട്ടും 2,73,420 ആണ്. ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻകം 2,50,000 വരെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ കൂടുതൽ എക്സീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ടാക്സ് ലാബിലിറ്റി കാണാതിരുന്നത് കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ഹലോ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Mr. A furnishes the following information relating to his income and you are required to compute his total income for the assessment year 24-25 ആണ്. ഓക്കെ, ഇതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്താം കേട്ടോ. ഇവിടെ കുറേ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. സാലറി ഫോർ ദ പ്രീവിയസ് ഇയർ 2,30,000 ആണ് ഇയാളുടെ സാലറി. ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റി നമുക്ക് ഗ്രോസ് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്, ഗ്രോസ് ആണ്. ഗ്രോസ് എമൗണ്ട് അല്ലെങ്കിൽ നമ്മളതിനെ നെറ്റ് എമൗണ്ട് ആയിരുന്നെങ്കിൽ ഗ്രോസ് എമൗണ്ട് ആക്കി മാറ്റാൻ നമ്മൾ അവിടെ 90 കൊണ്ട് ചെയ്യണം. 10% ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഒക്കെ പിടിക്കാറുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി 10,000 ആണ്. ഒക്കെ അതർ സോഴ്സിലെ ഇൻകം ആണ്. ഈ പറഞ്ഞ രണ്ടും അതർ സോഴ്സിലെ ഇൻകംസ് ആട്ടോ. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ ടേക്കൺ ടു പർച്ചേസ് ഗവൺമെൻറ് സെക്യൂരിറ്റി, അതായത് ഇയാൾ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ നിന്ന് ഇയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇയാളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അയാൾ ലോൺ എടുത്തിട്ടാണ് എന്ത് ചെയ്തത്, ആ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റി പർച്ചേസ് ചെയ്തത്. അപ്പോൾ ലോൺ എടുത്താൽ എന്ത് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഇൻട്രസ്റ്റ് ആണ് 2,000. ആ ഇൻട്രസ്റ്റ് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ആ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യാം, ആസ് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ കുറക്കാൻ പറ്റും ഈ 2,000 കേട്ടോ. ഇനി റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ലെറ്റോട് ചെയ്തൊരു വീടുണ്ട്, അതിന് 2 ലക്ഷം രൂപ അയാൾക്ക് റെന്റ് കിട്ടിയിട്ടുണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 6,000 ഉണ്ട്. അത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലാണ്. ഇത് ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് ഈ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലോസ് ഉണ്ട്, 10,000 നമുക്ക് ക്യാപിറ്റൽ ലോസ് ഉണ്ട്. അതുപോലെ ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി, നമുക്ക് ഒരു വിദേശ രാജ്യത്തെ കമ്പനിയിൽ ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡിവിഡൻഡ് 10,000, അത് നെറ്റ് എമൗണ്ട് ആണ്. TDS പിടിച്ചിട്ടുണ്ട് 2,000 അല്ലേ. ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ആണ് TDS എന്ന് പറയും. നെക്സ്റ്റ് പേഴ്സണൽ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഒരു 45,000 അഗ്രികൾച്ചറൽ ഇൻകം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അറിയാലോ, അഗ്രികൾച്ചറൽ ഇൻകം ഈസ് എ എക്സംപ്റ്റഡ് ഇൻകം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ബ്രോഡ് ഫോർവേഡ് അഗ്രികൾച്ചർ ലോസ്, കഴിഞ്ഞ വർഷം ഒരു 50,000 രൂപ ലോസ് ഉണ്ടായിരുന്നു അഗ്രികൾച്ചറിൽ. ദെൻ അതിന് ഈ വർഷത്തിലോട്ടല്ലേ നമ്മൾ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലോസിനെ ആ കഴിഞ്ഞ വർഷം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ വർഷത്തിലോട്ട് കൊണ്ടുവരാം. അതാണ് ബ്രോഡ് ഫോർവേഡ് ലോസ് എന്ന് പറഞ്ഞത് കേട്ടോ. ദെൻ അതുപോലെ തന്നെ 90,000 10% ടാക്സ് ഫ്രീ ഡിബെഞ്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇപ്പോൾ എന്ത് ചെയ്യണം, അതായത് 90,000 10% ഓഫ് ടാക്സ് ഫ്രീ ഡിബെഞ്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അയാൾക്ക് അങ്ങനെ ഒരു 10% ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇൻഷുറൻസ് പ്രീമിയം അയാൾ അടച്ചിട്ടുണ്ട് 10,000, അറിയാലോ, ATC ആണിത്. ഓക്കെ, അതുപോലെ PPF-ലോട്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലോട്ട് ഇയാൾ 5,000 പ്രൊവിഡന്റ് ഫണ്ടിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ATC പ്രകാരമുള്ള ഡിഡക്ഷൻസിന് കിട്ടുന്ന ഐറ്റംസ് ആണ്. ദെൻ ഡൊണേഷൻ ടു നാഷണൽ ചിൽഡ്രൻസ് ഫണ്ട് 8,000, ഡൊണേഷൻ ATG ആണ്, ഡിഡക്ഷൻസ് ആണ്. ഓക്കെ, ഹിസ് മൈനർ സൺ ഡിസേബിൾഡ് ഹൂസ് എഡ്യൂക്കേഷൻ ഹിസ് സ്പെൻഡ് ₹35,000. ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ് DD ആണ്. ഡിസേബിൾഡ് ഡിപ്പെൻഡന്റ് എന്ന് പറയുന്ന ഒരു ഡിഡക്ഷൻസ് ഉണ്ട്, അതിൻ്റെ പ്രൊവിഷനാണ് ഈ പറഞ്ഞ ഹിസ് മൈനർ സൺ ഈസ് ഡിസേബിൾഡ് ഹൂസ് എഡ്യൂക്കേഷൻ ഹിസ് സ്പെൻഡ് ₹35,000. അപ്പോൾ ഇത് ഡിഡക്ഷൻസിനുള്ള ഒരു പ്രൊവിഷനാണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ഫോർ ദ അസസ്മെന്റ് ഇയർ 24-25 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ സാലറി എന്ന് പറയുന്ന ഹെഡ്, ഇപ്പം ഇതിൽ ബിസിനസ് അല്ലാത്ത എല്ലാ ഹെഡും ഇതിൽ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻകം ഫ്രം സാലറിയിൽ ഇയാൾക്ക് ഇവിടെ വന്ന ഐറ്റംസ് സാലറി 2,30,000 ആണ്.
പിന്നെ വരുന്നത് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാലറി എന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾ എഴുതിയിട്ട് അതിന് നമ്മൾ അതിൻ്റെ ഡിഡക്ഷൻസ് മൈനസ് ചെയ്യുക. ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും മൈനസ് ചെയ്യണം. സാലറി എന്ന് പറഞ്ഞ ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് 50,000 എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻസ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കുറക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ 1,80,000 ആണ് ഇൻകം ഫ്രം സാലറി. ഓക്കെ, ഇനി ഇൻകം ഫ്രം HP അല്ലേ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ട് 2 lakh റുപ്പീസ് ഇൻകം കിട്ടിയിട്ടുണ്ട്. അതാണ് 2 lakh. നമുക്കറിയാം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 30% സ്റ്റാൻഡേർഡേഷൻ ഉണ്ട് അല്ലേ. എത്രയാണോ ഗ്രോസ് ആനുവൽ വാല്യൂ, ഗ്രോസ് ആനുവൽ വാല്യൂയുടെ 30%. 2 lakhന്റെ 30% ആണ് 60,000. അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഡക്ഷൻസ് ആയിട്ട് കുറക്കാൻ പറ്റും. ഓക്കെ, അത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചോളൂ. 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നോട്ട് ചെയ്യുക. ഗ്രോസ് ആനുവൽ വാല്യൂഡ് അല്ലേ, ആനുവൽ വാല്യൂവിൻ്റെ 30% ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഗ്രോസ് ആനുവൽ വാല്യൂവിനെ എങ്ങനെ നെറ്റ് ആനുവൽ വാല്യൂ ആക്കി മാറ്റാം, ഓർമ്മ ഉണ്ടാക്കിയെങ്കിലും. ഹൗസ് പ്രോപ്പർട്ടിയിൽ ഗ്രോസ് ആനുവൽ വാല്യൂവിനെ ആനുവൽ വാല്യൂ ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? അശ്വിനി, ആർക്കെങ്കിലും? ഷഹല പോയോ? ക്ലാസ്സിലുണ്ടോ? ഓർമ്മ ഉണ്ടോ? അറിയില്ല. ഗ്രോസ് ആനുവൽ വാല്യൂവിനെ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിൽ ഗ്രോസ് ആനുവൽ വാല്യൂവിനെ നെറ്റ് ആനുവൽ വാല്യൂ ആക്കി മാറ്റാൻ മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്താലാണ് ആവുക കേട്ടോ. ആ മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂവിൻ്റെ 30% ആണ്. ഈ ക്വസ്റ്റിൽ നമുക്ക് മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യാനില്ല. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. അതിൻ്റെ 30% ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് 2 lakhന്റെ 30% ആണ് ഈ പറഞ്ഞ 60,000. അപ്പോൾ അത് മൈനസ് ചെയ്താൽ അതാണ് ഇൻകം ഫ്രം HP 1,40,000. അപ്പോൾ സാലറി ആയി, HP ആയി. ഇനി ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറിയാലോ, നമ്മൾ ഇന്റർ ഹെഡ് സെറ്റ് ഓഫും ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം ഹെഡിലെ ലോസിനെ സെയിം ഹെഡ് കൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്, പക്ഷേ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും ആണ്. STCL ആണ്. ഓക്കെ, 10,000. അപ്പോൾ 60,000 നിന്ന് നമ്മൾ ആ സെയിം ഹെഡിലെ ലോസിനെ സെയിം ഹെഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ഓഫ് ചെയ്തു. അങ്ങനെയാണ് ഇത് 50,000 ആയിട്ട് മാറിയത് ഇവിടെ. അപ്പോൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനും കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇവിടെ നമുക്ക് കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി നമുക്ക് 5,000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 5,000 ഇവിടെ നോക്കിയാൽ മതി. ക്വസ്റ്റനിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി ഉണ്ടോ? ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി നമുക്കിവിടെ ലിസ്റ്റഡ് സെക്യൂരിറ്റി 5,000 കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ 5,000. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി 8,000 ആണ് അല്ലേ. ഇതെന്ന് നോക്കാം നമുക്കിവിടെ. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി 10,000 ആണ് കിട്ടിയത്. ഈ 10,000 നിന്ന് ഈ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലോൺ എടുത്തേക്കായിരുന്നു, പൈസ ഇല്ലാത്തതുകൊണ്ട്. ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ്, നമ്മൾ അടച്ച ഇൻട്രസ്റ്റ് ആണ് 2,000. അത് എക്സ്പെൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ 10,000 നിന്ന് മൈനസ് ചെയ്യാം. അത് മൈനസ് ചെയ്തതാണ് ഈ പറഞ്ഞ എമൗണ്ട് കേട്ടോ, 8,000. ലെസ് ഇൻട്രസ്റ്റ്. ലെസ് ഇൻട്രസ്റ്റ് മീൻസ് എക്സ്പെൻസ് ആണ്. ഇനി അതുപോലെ ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട് 10,000. ക്വസ്റ്റിൽ നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റും 10,000 നമുക്കിവിടെ ഡിവിഡൻഡ് കിട്ടിയതായിട്ട് പറയുന്നുണ്ട് അല്ലേ. ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി 10,000. ഓക്കെ, അതെടുത്തു. ദെൻ അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇയാൾ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് കിട്ടിയത് 10% TDS പിടിച്ചിട്ടായിരിക്കും. ദാറ്റ് മീൻസ് അവിടെ ടാക്സ് പിടിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് അവിടെ ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടുക. ദാറ്റ് മീൻസ് അയാൾ ഇൻവെസ്റ്റ് ചെയ്തത് 90,000 ആണ്, അതിൻ്റെ 10%. ഓക്കെ, അതിൻ്റെ 10% ആണ് അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത് 9,000. അതായത് 90,000ൻ്റെ 10% ആണ് അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് 90,000, 90,000. അതിന് 10% ആണ് അയാൾക്ക് എന്ത് കിട്ടുക, ഇൻട്രസ്റ്റ് കിട്ടുക. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചറിൽ ഇയാൾ 90,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് 10% അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, അയാൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ കിട്ടുന്നത് 9,000 ആണ്. 9,000 എന്ന് പറഞ്ഞാൽ എന്താണ്, ടാക്സ് പിടിച്ചിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യണം.
ഗ്രോസ് അപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 10% അവിടെ TDS പിടിക്കുക. അപ്പോൾ അതിന് ഫുൾ വാല്യൂലോട്ട് എത്തിക്കാൻ 9,000 ഇൻറ്റു 100/90 ചെയ്യുക. ഇനി അവിടെ ലോട്ടറിക്ക് ആണെങ്കിൽ 30% വരിക. അപ്പോൾ 100/70 ആണ് വരിക. അറിയാലോ ഇങ്ങനെയാണ് ഗ്രോസ് അപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ കിട്ടും ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് 10,000. അപ്പോൾ ഈ അതർ സോഴ്സിലെ ഇൻകംസ് ഒക്കെ പാടെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 33,000 ആണ് അവിടുത്തെ അതർ സോഴ്സിലെ ഇൻകം വരിക. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ഇൻകം ഫ്രം സാലറി 1,80,000, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 1,40,000, ക്യാപിറ്റൽ ഗെയിൻ 50,000, അതുപോലെ അതർ സോഴ്സിൽ 33,000 ഒക്കെ പാടെ എഴുതിയപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും 4,03,000 എന്ന് പറയുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഇനി നമുക്ക് ഡിഡക്ഷൻസ് ആണ് അല്ലേ. ഡിഡക്ഷൻസിന് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ഈ പറഞ്ഞ എത്രയാണ് ഉണ്ടോ, പ്രൊവിഡൻറ്റ് ഫണ്ടിൽ 5,000, അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയം 10,000. ഈ രണ്ടും ഇവിടെ ATCയിലെ ഡിഡക്ഷൻസ് ആണ്. ATC 10,000 പ്ലസ് 5,000. ഇൻഷുറൻസ് പ്രീമിയം അടിച്ച് കഴിഞ്ഞാൽ 10,000 ഡിഡക്ഷൻസ് കിട്ടും. പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ അതിനും അയാൾക്ക് കിട്ടും. 1.5 ലക്ഷം രൂപ വരെ എന്ത് കിട്ടും, ഡിഡക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ രണ്ടും പാടെ ആഡ് ചെയ്തതാണ് 15,000 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് 80DD ആണ് കേട്ടോ. സോറി, ഇതൊരു ഏതാണ് സെക്ഷൻ നോക്കട്ടെ. ഓക്കെ, 80DD ആണ്. 80DD ആണിത്. സെക്ഷൻ മിസ്സായി പോയതാണ്. നമുക്കപ്പോൾ ATCA പ്രകാരം നമുക്ക് 15,000. ആ 15,000 കിട്ടിയത് മനസ്സിലായിട്ടുണ്ടാവും. ക്വസ്റ്റിലൂടെ ഈ പറഞ്ഞ 10,000 പ്ലസ് 5,000 ഇത് രണ്ടുമാണ് ATCA പ്രകാരമുള്ള ഡിഡക്ഷൻസിനുള്ള പ്രൊവിഷൻസ്. ഓക്കെ, ഇനി ഇവിടെ 80D ആണ്. 80DD എന്ന് പറഞ്ഞാൽ ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ് അല്ലേ. ATC നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 80DD അല്ലേ. 80DD ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് 80DD. ഓക്കെ, ഇവിടെ നോക്കിയാൽ മതി. അസസി ഒരു ഏതെങ്കിലും ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റിൻ്റെ അല്ലേ മെഡിക്കൽ 80DD. ഓക്കെ, ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ്, അതായത് അസസി ഈ പറയുന്ന അസസിയുടെ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും അംഗവൈകല്യം എന്തെങ്കിലുമൊക്കെ ഡിസേബിൾ ആയിട്ടുള്ളൊരു റിലേറ്റീവിൻ്റെ എന്തെങ്കിലും ചിലവുകൾ ഈ അസസി വഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, 80DD പ്രകാരം അയാൾക്ക് ഡിഡക്ഷൻസ് കിട്ടും. 75,000 രൂപ വരെ നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻസ് കിട്ടും. ഈ അസുഖം ബാധിച്ച ആൾ, ഈ ഡിസേബിൾഡ് പേഴ്സണ് സിവിയർ ഡിസബിലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ 1,25,000 രൂപ വരെ എന്ത് കിട്ടും, ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് 80DD എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഇയാളുടെ മകൻ അല്ലേ. ഇയാളുടെ മകൻ എന്നാണ് പറയുന്നത്. ഹിസ് മൈനർ സൺ ഈസ് ഡിസേബിൾഡ് ഹൂസ് എഡ്യൂക്കേഷൻ ഹിസ് സ്പെൻഡ് ₹35,000. ഇയാളുടെ മകന് ഒരു ഡിസേബിൾഡ് ആണ്. ഇയാളുടെ ആ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടി 35,000 അയാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് DD പ്രകാരമുള്ള ഡിഡക്ഷൻസിനുള്ള ഒരു പ്രൊവിഷനാണ്. ഇവിടെ 35 ആണ് ഇയാൾ സ്പെൻഡ് ചെയ്തതെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 75,000 വരെ 80DD പ്രകാരം അയാൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000 വരെ എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റും. അത് സ്പെൻഡ് ചെയ്യണം നിർബന്ധമില്ല. ഓക്കെ, അയാൾ ഡിസേബിൾഡ് ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരാൾ, ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്. അയാളുടെ ചിലവുകൾ ആര് വഹിച്ചാൽ മതി, ഈ പറയുന്ന അസസി വഹിച്ചാൽ മതി. അപ്പോൾ 75,000 രൂപ ഡിഡക്ഷൻസ് കിട്ടും. ഓക്കെ, ഇനി 80G ആണ് നമ്മളിവിടെ പറഞ്ഞ 80G ആണ്. ഓക്കെ, നാഷണൽ ചിൽഡ്രൻസ് ഫണ്ടിലോട്ട് ഇയാൾ ഡൊണേഷൻസ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം നോ ലിമിറ്റ് ഡൊണേഷൻസിൽ വരുന്ന കാറ്റഗറിയാണ്. നോ ലിമിറ്റിൽ 100% നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് 80G. അതാണ് 8,000 നമുക്ക് അവിടെ ഫുള്ളായിട്ട്. അപ്പോൾ ഈ പറയുന്ന ഫുൾ എമൗണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 98,000 ആണ് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസിൽ അയാൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻസ്. അത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. 3,05,000 എന്ന് പറയുന്ന അത് ടോട്ടൽ ഇൻകം കിട്ടും. ഓക്കെ,
ഈ ഒരു ക്വസ്റ്റിൽ നമുക്ക് ഇവിടെ 1-2 ഡാറ്റാസ് വേറെ തന്നിട്ടുണ്ട്. അതിലൊന്ന് ഈ പറഞ്ഞ പേഴ്സണൽ അഗ്രികൾച്ചറൽ ഇൻകം 45,000, ഇത് എക്സംപ്റ്റഡ് ഇൻകം ആണ്. അതുപോലെ കഴിഞ്ഞ വർഷത്തെ അഗ്രികൾച്ചറൽ ലോസ് ഉണ്ട് 50,000, ഇത് രണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാണിച്ചിരിക്കണം. അത് ശരിക്കും ടാക്സബിൾ അല്ല, അത് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ സെപ്പറേറ്റ് കാണിക്കണം. കമ്പ്യൂട്ടേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം എന്നിട്ട് സെപ്പറേറ്റ് ഹെഡിങ് കൊടുക്കാം. അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് ഈ വർഷം 45,000 ആണ്. കഴിഞ്ഞ വർഷത്തെ ലോസ് നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്തത് 50,000 ആണ്. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ അഗ്രികൾച്ചർ ഇൻകത്തിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ അഗ്രികൾച്ചറൽ ലോസ് മൈനസ് ചെയ്താൽ നമുക്ക് റിമൈനിങ് അവിടെ അഗ്രികൾച്ചർ ലോസ് അവിടെ പിന്നെയും അവിടെ കിടക്കുന്നുണ്ടാവും. അതിന് അടുത്ത വർഷത്തിലോട്ട് എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യും. അതാണ് നെറ്റ് അഗ്രികൾച്ചറൽ ലോസ് ക്യാരി ഫോർവേഡ് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ.